എടാ ഇന്നൊരു 5 മിനിറ്റ് നേരത്തെ ഇറങ്ങിയല്ലോ നമുക്ക്. എന്താ പരിപാടി? നിന്നെ വീട്ടിൽ വിട്ട് എനിക്ക് പുറത്തൊന്ന് പോകണം. ഞാൻ കുറച്ച് തിരക്കില്ല. ഞാനും. എന്നാ ശരി, ഓക്കെ. ഇന്ദു, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം, ടൈമില്ല. എന്താ പരിപാടി? അത് ഞാൻ വന്നിട്ട് പറയാം. സസ്പെൻസാ. അത് ഞാനൊന്ന് കുളിക്കട്ടെ, ഒരു ഉഷാറ് കുറവ്. വേഗം കുളിച്ചു വാ, ആ സർപ്രൈസ് ഒന്ന് കാണട്ടെ. യെസ്, കറക്റ്റ്. സത്യേട്ടൻ പറഞ്ഞ തിരക്കൊക്കെ എനിക്കുണ്ട്. എന്നിട്ടും വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നില്ലേ? അതെനിക്കറിയില്ല എന്തു. എന്നെ കൊണ്ടാവുന്നത് ഞാനും ചെയ്തുതരാറില്ലേ? എന്തിനാ ഇത് പിന്നെയും പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വർഷം 20 നമുക്ക് കുട്ടികളില്ലാത്ത വിഷമം. നമുക്കില്ലാത്തത് എന്താണെന്നറിയോ എന്തു? എനിക്കറിയില്ല. നമ്മളൊക്കെ ഒറ്റ മനസ്സും പരസ്പരം മനസ്സിലാക്കിയവരുമാണ്. നമ്മൾ തന്നെയാണ് നമ്മളെ കുട്ടികൾ. എൻ്റെ കുട്ടി നീയും, നിന്റെ കുട്ടി ഞാനും. ഈ ജീവിതം സന്തോഷിച്ച് തീർക്കാനുള്ളതാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ മതിയില്ലേ? എവിടെ സർപ്രൈസ്? നീ കണ്ണടച്ചേ, നീ കയ്യൊന്ന് ഇട്ടിക്കേ. നീ കണ്ണു തുറന്നേ. ഹായ് മൊബൈല്. എനിക്ക് എന്ത് മേടിച്ചാലും ഒരെണ്ണം ഞാൻ നിനക്ക് മേടിക്കും. അത് മേടിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതാണ് നമ്മുടെ ഒരേ മനസ്സുകാരുടെ സ്നേഹം, അല്ലെന്തു? എനിക്ക് വാങ്ങിക്കാതെ നിങ്ങൾക്ക് മാത്രമായി വന്നാൽ നിങ്ങളും ഉണ്ടാവില്ല, വാങ്ങിച്ച സാധനം ഉണ്ടാവില്ല. കണ്ടോ, പുതിയ ഫോൺ വാങ്ങിയപ്പോൾ പെണ്ണിൻ്റെ ഒരു അഹംഭാവം. എനിക്ക് ഓഫീസിൽ വെച്ച് ജോലി. എനിക്കും. അപ്പോൾ നാളെ കാണാം. എനിക്കും തിരക്കുണ്ട്. ഗുഡ് നൈറ്റ്. ആണോ? എന്നാൽ ശരി, ഗുഡ് നൈറ്റ്. എടി രമ്യേ, നീയും വീരൻ്റെ കൂടെ. എനിക്കൊരു പേടി. ഏതോ അറിയാത്ത നമ്പറിൽ വിളിച്ച് സംസാരിച്ചിട്ട് ഇപ്പം നെഞ്ചിടിക്കണോ? ഞാനൊന്നുമില്ല, നീ ഒറ്റയ്ക്ക് പോയാൽ മതി. മിണ്ടി പറയാൻ ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അറിയാത്ത നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു. എന്തോ കുറേ സംസാരിച്ചു. നല്ല ഫ്രണ്ടായി. വീട് സ്ഥലമൊന്നും പറഞ്ഞില്ല. അയാൾ പേര് പോലും പറഞ്ഞില്ലേ? ഇല്ല മോളെ. ഇന്ന് വൈകിട്ട് കോഫി ഷോപ്പിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊക്കോ, നമ്മുടെ നാടല്ലേ, അയാൾ കുഴപ്പക്കാരനൊന്നും ആവില്ല. നീ ഇങ്ങനെ പറഞ്ഞാൽ മതി. വെറുതെ സംസാരിച്ചാണെന്നും എനിക്ക് ഭർത്താവ് ഉണ്ടെന്നും തുറന്നു പറഞ്ഞോ, ഒരു സോറിയും പറഞ്ഞെങ്കിൽ പോരെ.
എവിടെ? എടാ ഞാൻ റെഡ് ഷർട്ട് ഇട്ടിരിക്കുന്നുണ്ട് ഇവിടെ. എൻ്റെ പൊന്നിന്ദു, ഇതൊരു നേരം പോക്കാ. നീ അങ്ങ് സംസാരിച്ചോ. പിന്നെ പേര്, നാട് ഇതൊന്നും പറയണ്ട. ശബ്ദം പോലും മാറ്റി പറയണം. ഓഫീസിൽ ടെൻഷൻ മാറി റിലാക്സ് ആവാൻ ഇത് നല്ലതാ. നിനക്കുണ്ടോ? പിന്നെ ഒരു 4 ഉണ്ട്. എല്ലാവർക്കും ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുക. എന്റെ എന്തു നീ ഇവര് പറഞ്ഞൊന്നും കേൾക്കണ്ട കേട്ടോ. നീ വല്ല കുഴപ്പത്തിലൊന്നും ചാടണ്ട. ഇതൊന്നും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നില്ല. ഇവളങ്ങനെ പലതും പറയും. ഇതെങ്ങാനും കാര്യമായിട്ട് തലയ്ക്ക് പിടിച്ചാണ്ടല്ലോ പിന്നെ പറയണ്ട പുകില്. നിനക്ക് ഉത്തരത്തിൽ കെട്ടിത്തുങ്ങി ചാവാ. ഞാൻ പറയാളത് പറഞ്ഞു. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. നിന്റെ ചേട്ടായി അറിഞ്ഞിട്ടുണ്ടോ? ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു നേരം പോക്കല്ലേ. ടെൻഷൻ്റെ ഇടയിൽ കുറച്ച് നേരം പിന്നെയും പറഞ്ഞിരിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ബന്ധമൊന്നുമില്ല. സത്യേട്ടാ, പക്കാ നമ്പറാണ്. വീടും പേരും എനിക്കറിയില്ല. സംസാരിച്ചിരിക്കാൻ ബെസ്റ്റ് പാർട്ടിയാണ്. നല്ല മൂടായിരിക്കും. തിരിച്ചും സത്യേട്ടൻ പേരും നാളും വീടും ഒന്നും പറയണ്ട. വിളിച്ചിട്ട് പറയാ നമ്പർ തെറ്റി വിളിച്ചാണ്. ഇയാളുടെ വോയിസ് നല്ലാന്നും പറഞ്ഞ് തുടങ്ങിക്കോ. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്നാ പിന്നെ ഒരു കോഫി പറഞ്ഞാലോ?